യുഎസിലെ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് പണം നൽകാതെ സാധനങ്ങൾ ഒളിപ്പിച്ചു കൊണ്ടുപോകുന്ന ഇന്ത്യക്കാരെ പിടികൂടുന്ന ദൃശ്യങ്ങൾ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയകളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇന്ത്യൻ സമൂഹത്തിന് നാണക്കേടാകുന്ന ഇത്തരം മോഷണ സംഭവങ്ങൾ ഇന്ത്യക്കാരുടെ ഭാവിയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. മോഷണക്കേസിൽ ഒരു ഇന്ത്യക്കാരൻ അറസ്റ്റിലായാൽ അവരുടെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസിനെ സാരമായി ബാധിക്കും. മോഷണം നടത്തിയ വ്യക്തിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നിയമ നടപടികൾ ആരംഭിക്കുന്നതാണ് ആദ്യഘട്ടം. കുറ്റം തെളിഞ്ഞില്ലെങ്കിൽ പോലും അറസ്റ്റ് ഉണ്ടായാൽ വിസ റദ്ദാക്കാൻ സാധ്യതയുണ്ട്. പിന്നീട് അമേരിക്കയിലേക്ക് വരാൻ പറ്റാത്ത അവസ്ഥ വരെ ഉണ്ടാകാം. യുഎസിലെ ഒരു ഗ്രോസറി സ്റ്റോറിൽ നിന്ന് സാധനങ്ങൾ മോഷ്ടിച്ചതിന് പിടിയിലായ 2 ഇന്ത്യക്കാരുടെ വീഡിയോയാണ് സോഷ്യൽ മീഡിയകളിൽ ഏറ്റവും ഒടുവിൽ പ്രചരിക്കുന്നത്. കഴിഞ്ഞ വർഷം നടന്ന സംഭവമാണെങ്കിലും ജൂലൈയിൽ ഒരു ഇന്ത്യൻ സ്ത്രീ $1300 വിലമതിക്കുന്ന സാധനങ്ങൾ മോഷ്ടിച്ചതിന് അറസ്റ്റിലായ സംഭവം വീണ്ടും ചർച്ചയായതോടെയാണ് ഈ വീഡിയോയും പ്രചരിക്കാൻ തുടങ്ങിയത്. 2024 മാർച്ചിൽ ന്യൂജേഴ്സിയിലെ ഒരു ഗ്രോസറി സ്റ്റോറിൽ നിന്നാണ് സ്ത്രീകൾ സാധനങ്ങൾ മോഷ്ടിച്ചത്. സമാനമായ രീതിയിൽ ഇന്ത്യക്കാർ ഉൾപ്പെട്ട മോഷണ കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് അറസ്റ്റിന്റെ വീഡിയോ വീണ്ടും പ്രചരിക്കുന്നത്. ഹൈദരാബാദ് ഗുണ്ടൂർ സ്വദേശികളായ 2 വിദ്യാർത്ഥിനികളാണ് അന്ന് അറസ്റ്റിലായത്. ഇവർ സ്റ്റീവൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിന് ന്യൂജേഴ്സിയിൽ എത്തിയതായിരുന്നു. ഹോബോക്കനിലെ ഷോപ്രൈറ്റ് എന്ന ഗ്രോസറി സ്റ്റോറിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയ ശേഷം പണം നൽകാതെ പുറത്തേക്ക് പോകാൻ ശ്രമിച്ചതിനാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. 2 സാധനങ്ങൾ പണം നൽകി വാങ്ങിയ ശേഷം $155.61 വിലമതിക്കുന്ന 27 സാധനങ്ങളാണ് ഇവർ മോഷ്ടിക്കാൻ ശ്രമിച്ചത്. പരിമിതമായ പണമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ എന്നും പണം നൽകാൻ മറന്നുപോയെന്നുമാണ് ഇരുവരും പോലീസിനോട് വിശദീകരിച്ചത്. എന്നാൽ പോലീസ് ഇത് അംഗീകരിച്ചില്ല. അറസ്റ്റിലായ ശേഷം ഇരുവരും സാധനങ്ങളുടെ വില നൽകാമെന്ന് പോലീസിനോട് പറഞ്ഞു. ഒരാൾ ഇരട്ടി തുക നൽകാമെന്നും വാഗ്ദാനം ചെയ്തു. ഷോപ്രൈറ്റ് ഔട്ട്ലെറ്റിലേക്ക് ഇനി വരില്ലെന്ന് എഴുതി ഒപ്പിട്ട് വാങ്ങിയ ശേഷം പോലീസ് ഇരുവരെയും വിലങ്ങണിയിച്ച് കാറിൽ കൊണ്ടുപോയി. ഇതിനിടെ ഒരു വിദ്യാർത്ഥിനി H-1B വിസ ലഭിക്കുന്നതിന് ഇത് തടസ്സമാകുമോ എന്ന ഉദ്യോഗസ്ഥനോട് ചോദിക്കുന്നത് വീഡിയോയിൽ കേൾക്കാം. ഇതിനു മറുപടിയായി നിങ്ങളുടെ വിവരങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾ അറസ്റ്റിലായതായി കാണിക്കുമെന്ന് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അമേരിക്കൻ നിയമം അനുസരിച്ച് മോഷണ കേസുകൾ വിദേശികളെ സംബന്ധിച്ച് ഗൗരവമുള്ള കാര്യമാണ്. ഒരാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ വിവരം ഇമിഗ്രേഷൻ അധികൃതരെ അറിയിക്കും. ഇത് വിസ റദ്ദാക്കുന്നതിനും പിന്നീട് വിസ കിട്ടാതിരിക്കുന്നതിനും സ്ഥിര താമസത്തിനുള്ള അപേക്ഷ നിരസിക്കുന്നതിനും നാട് കടത്തുന്നതിനും കാരണമാകും. ഗ്രീൻ കാർഡ് ഉള്ളവരെയും ചില സാഹചര്യങ്ങളിൽ തിരിച്ചയക്കാൻ സാധ്യതയുണ്ട്. US വിസ ഉടമകളും അപേക്ഷകരും അമേരിക്കൻ നിയമങ്ങൾ പാലിക്കണമെന്ന് അമേരിക്കൻ എംബസികളും ഇമിഗ്രേഷൻ അഭിഭാഷകരും പലപ്പോഴും ചൂണ്ടിക്കാട്ടാറുണ്ട്. മോഷണം ഉൾപ്പെടെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ പ്രവൃത്തികൾ ഇമിഗ്രേഷൻ ഡേറ്റാബേസിലുണ്ടാകും. ചിലപ്പോൾ ഒഴിവാക്കിയ കേസുകൾ പോലും വിസ പുതുക്കുന്നതിനോ പൗരത്വം എടുക്കുന്നതിനോ തടസ്സമുണ്ടാക്കാമെന്ന മുന്നറിയിപ്പുണ്ട്. ചുരുക്കത്തിൽ ചെറിയൊരു സാധനമാണ് മോഷ്ടിച്ചതെങ്കിലും ആദ്യത്തെ തവണയാണെങ്കിലും കാര്യങ്ങൾ ഗുരുതരമാകാം. അതുകൊണ്ട് സൂക്ഷിക്കുക. നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്.